തകക്കുവാൻ പുലിയലിയാർ വരവേ, മുനീനിയിൽ പുലിയലിയാർ വരവേ. മാലിക്കവൻ തന്റെ ദീനിനെ കൊതിത്ത് മറ്റുള്ള കുഫറുകളെ ശിരം വെട്ടി മുറിത്ത്. മാലിക്കവൻ തന്റെ ദീനിനെ കൊതിത്ത് മറ്റുള്ള കുഫറുകളെ ശിരം വെട്ടി മുറിത്ത്. ഭൂതലം ജൽജലാക്കുവൻ മുനീനിയിൽ പുലിയലിയാർ വരവേ, മുനീനിയിൽ പുലിയലിയാർ വരവേ, പുലിയലിയാർ വരവേ, പുലിയലിയാർ വരവേ, പുലിയലിയാർ വരവേ. കളിത്തുള്ളും കുഫറുകളെ പടവെട്ടി തകക്കുവാൻ പുലിയലിയാർ വരവേ, മുനീനിയിൽ പുലിയലിയാർ വരവേ. അടക്കളം തന്നിലെതിർത്തവർ നിണ്ട്, ഇടതടവില്ലാതവർ പട പൊരുതിടുന്നേ. അടക്കളം തന്നിലെതിർത്തവർ നിണ്ട്, ഇടതടവില്ലാതവർ പട പൊരുതിടുന്നേ. ഇടിപൊടി തകക്കുവൻ പടിപടി കയറിട്ട് ചൊടി ചൊടിയോടെ വരവേ, മുനീനിയിൽ പുലിയലിയാർ വരവേ, പുലിയലിയാർ വരവേ, പുലിയലിയാർ വരവേ, പുലിയലിയാർ. അൽഹംദുലില്ലാ, നമ്മുടെ യാത്രക്ക് ആവശ്യമായ സമൂഹത്തിന്റെ പേര് സമൂദ അഖാഹും സ്വാലിഹ, സൂറത്ത് അഅറാഫിലും പല സൂറത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹിജാസിന്റെയും അതുപോലെ ഷാമിന്റെയും ഇടക്കുള്ള ഹിജ്ർ എന്ന ഒരു പ്രദേശത്താണ് സമൂദ് ഗോത്രക്കാരുടെ സ്ഥലം. പൗരാണിക അറബികളിൽപ്പെട്ടവരായിരുന്നവർ. പക്ഷെ അവരുടെ പ്രത്യേകത, അവർ ശക്തരും ഐശ്വര്യവന്മാരുമായിരുന്നു. നല്ല ആരോഗ്യമുള്ള, പർവ്വതങ്ങളൊക്കെ കൈകൊണ്ട് തുരന്നുണ്ടാക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അവരുടെ കയ്യിന്റെ ആരോഗ്യം എത്ര ഉണ്ട് നോക്കാം. നമുക്ക് പർവ്വതങ്ങൾ തൊടാനേ പറ്റുള്ളൂ. ഒരു ചെറിയൊരു കഷ്ടം പോലും നമുക്ക് കൈകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ ഒരു കൈ കൊണ്ട് എടുക്കാൻ കഴിയില്ല അത്രക്കും. എന്നാൽ അവര് കൈകൊണ്ട് തന്നെ പർവ്വതങ്ങളെ തുരന്ന് വീടുണ്ടാക്കുന്നവരായിരുന്നു. അള്ളാഹു താല അവർക്ക് കൊടുത്തൊരു കഴിവാണത്. ശക്തരും ഐശ്വര്യവന്മാരും, അതുപോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ, പർവ്വത സമാനമായ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ താമസിക്കുക, അതുപോലെ പർവ്വതങ്ങളിൽ വീടുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ആ വിഭാഗത്തിനുണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം, അവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും അക്രമികളുമായിരുന്നു. അക്രമം അവരുടെ ഒരു ഇഷ്ട ഹോബിയായിരുന്നു. അക്രമം ഉണ്ടാക്കുക, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, അതുപോലെ അനീതി പ്രവർത്തിക്കുക, പാവങ്ങളോടൊക്കെ അനീതി ചെയ്യുക. കാരണം അവരെ വെല്ലാൻ ആ നാട്ടിൽ ആരുമില്ല. അവരാണ് എല്ലാം കൊണ്ടും ഉയർന്നവര്. അവരിൽപ്പെട്ട പാവങ്ങളായ മുസ്ലിങ്ങളോട് സോലി നബി അലൈഹി സ്വലാമിന്റെ ടീം, ആ ടീമിനോട് അവർ വല്ലാതെ അക്രമവും അനീതിയും കാണിച്ചവരായിരുന്നു. അങ്ങനെയാണ് അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകനായ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരുന്നത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രവാചകനാണ്. ഇന്നീലക്കും റസൂലുൻ അമീൻ നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്കൊരു വിശ്വസ്തനായ, ഒരു ചതിയും ചെയ്യാത്ത, ഒരു കളവും പറയാത്ത ഒരു പ്രവാചകനാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കോ? പക്ഷേ അവർ അള്ളാഹുവിനെ ധിക്കരിച്ച്, സ്വാലിഹ് നബിനെ അവരെ നിഷേധിച്ച് അവർ അവരുടെ ആ ഒരു അക്രമവും അനീതിയുമായി മുന്നേറുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം നിരന്തരം അവരെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടൊന്നും മാറ്റമില്ല. പക്ഷേ അവർ ചോദിക്കുന്നത്, സ്വാലിഹ് നീ സത്യം പറയുന്ന ആളാണെങ്കിൽ നീ ഞങ്ങൾക്ക് ശിക്ഷ തരുന്നത്, ശിക്ഷ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെ നീ പ്രവാചകനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുപോവാ. സ്വാലിഹ് നബി ചോദിച്ചു, എന്താണ് തെളിവ് വേണ്ടത്? തെളിവ്, അവർ ആവശ്യപ്പെട്ട തെളിവ് ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം, ഒട്ടകത്തിനെയാണ്. ഈ കാണുന്ന പാറയിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ ഞങ്ങൾക്ക് ഇനി പുറപ്പെടുവിച്ചു തരണം. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മുഅ്ജിസത്ത് കൊണ്ട് അള്ളാഹു താൻ അനുഗ്രഹിച്ച പ്രവാചകനാണല്ലോ. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺ ഒട്ടകത്തിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ചെറിയ ഒട്ടകമൊന്നുമല്ല, പ്രസവിക്കുന്ന ഒട്ടകം. ചോദ്യം കുറച്ച് കടുപ്പമാണ്.
പക്ഷേ മുഅ്ജിസത്ത് എല്ലാത്തിനും മുകളിലാണല്ലോ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അമാനുഷിക കഴിവെന്നാണ്. അല്ലാഹു തആലയുടെ അല്ലാഹു പ്രകാരം അതാ സോലൈഹ് നബി അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു ഒട്ടകം പുറപ്പെടുകയാണ്. ആ പാറയാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പല ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും ഭൂരിപക്ഷം ആളുകൾ ഇസ്ലാമിൽ നിന്ന് അവർ ഇസ്ലാം സ്വീകരിക്കാതെ അവർ അക്രമവും അനീതിയുമായി അവരുടെ ആ ഒരു ചെയ്തികളുമായി അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത, അവർക്ക് കുടിക്കാൻ ഒരു ജലാശയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ നാട്ടിൽ ഒരു ജലാശയം മാത്രമാണ് കുടിക്കാനുള്ളത്. അതിലെ വെള്ളം മുഴുവൻ ഒരു ദിവസം ഒട്ടകത്തിന് കുടിക്കാൻ വേണ്ടി വരുമായിരുന്നു. സോലൈഹ് നബിന്റെ ഒട്ടകത്തിന് ഒരു ദിവസം ആ ജലാശയത്തിലുള്ള വെള്ളം മുഴുവനും കുടിക്കും. 2-ാമത്തെ ദിവസം അപ്പൊ സോലൈഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സോലൈഹ് നബി അവരോട് നീതി കാണിച്ചവരായിരുന്നല്ലോ, ഒരു ദിവസം ഒട്ടകത്തിന് കുടിക്കുക, മറ്റേ ദിവസം നിങ്ങളുടെ കന്നുകാലികളും നിങ്ങളും കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടയിലാണ് സോലൈഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ഒരു ദിവസം ആ വെള്ളം ജലാശയത്തിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു കഴിഞ്ഞാൽ സോലൈഹ് നബിന്റെ ഒട്ടകം അവർക്ക് നല്ല പാല് കൊടുക്കും. ധാരാളം പാല് ആ ഒട്ടകത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു നീതി സോലൈഹ് നബിന്റെ ഭാഗത്ത് നിന്ന് നീതിയെ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു വലിയ മുഅ്ജിസത്ത് അവർക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി. ഇതിപ്പോ ഇങ്ങനെ ആയാൽ ശരിയാവൂലല്ലോ. സോലൈഹ് നബിന്റെ ഒട്ടകത്തിനെ കാണുമ്പോൾ മറ്റു ഒട്ടകങ്ങളൊക്കെ അവരുടെ ഒട്ടകങ്ങളും അവരുടെ മൃഗങ്ങളൊക്കെ പേടിച്ച് ഒളിച്ചോടുന്ന ഒരവസ്ഥയാണ്. പതുങ്ങിയിരിക്കും. സോലൈഹ് നബിന്റെ ഒട്ടകമാണ് തല ഉയർത്തി നിൽക്കുന്ന ഒരു ഒട്ടകം. എല്ലാവർക്കും ഒരു കൗതുകവും ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടകവും. ഇവരെ ഒട്ടകങ്ങളൊക്കെ സോലൈഹ് നബിന്റെ ഒട്ടകങ്ങൾ കണ്ടാൽ വൈമാറി പോകും, പേടിച്ച് ഒരു മൂലയിലൊക്കെ ഒളിഞ്ഞിരിക്കും. ഇത് ഇവർക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി. സോലൈഹ് നബിന്റെ ഒട്ടകം മുഅ്ജിസത്തിന്റെ ഒട്ടകമാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അസ്വസ്ഥത. പക്ഷേ ഇവരാ ഒട്ടകത്തിനെ അറുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 9 പേര് അതിനെ അറുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. 9 ആളുകൾ. അവരിൽ മിസ്റഅ് എന്ന് പറയുന്ന ധിക്കാരി ഒട്ടകത്തിന്റെ കാലിന് വെട്ടി, ഒട്ടകത്തിന്റെ കാലിനൊറ്റ വെട്ട്. ഖുദാറ്, അപ്പൊ ആ ഒട്ടകം താഴെ വീണു. കാലിന് വെട്ടിയപ്പോ ഒട്ടകം കിടന്നു. ഖുദാറ് എന്ന ദുഷ്ടൻ ഒട്ടകത്തിനെ കഴുത്തറുത്തു കൊന്നു. ഇങ്ങനെയാണ് ആ ഒട്ടകത്തിനെ എന്ത് ചെയ്തത്, അവർ കൊന്നു കളയുന്നത്. പക്ഷേ സോലൈഹ് നബിക്കും സോലൈഹ് നബിനെ കൊണ്ട് വിശ്വസിച്ചവർക്കും വല്ലാത്ത പ്രയാസം. 3 ദിവസം സോലൈഹ് നബി സോലൈഹ് നബിന്റെ ഒട്ടകത്തിനെ അവർ കൊന്നപ്പോ സോലൈഹ് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകി. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതാണ്. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുന്നതാണ്. അപ്പൊ അവര് പരിഹാസത്തോടെ കളിയാക്കണ, യാ സ്വാലിഹ് ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഓ സ്വാലിഹ്, നീ സത്യമാണ് പറയുന്നതെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഒന്ന് കൊണ്ടുവാ. 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കഥ കഴിയും എന്നാണ് നീ പറയുന്നത്. എങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കഥ കഴിയും? ഏതുപോലെ? അടുത്ത 8 മണിക്കൂറിനുള്ളിൽ ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ, അല്ലെങ്കിൽ അടുത്ത മാസം, അല്ലെങ്കിൽ ട്രംപ് ഓരോ ഡേറ്റും പറഞ്ഞല്ലോ. അടുത്ത സമയം, അടുത്ത ദിവസം, അടുത്ത മാസം ഇറാനെ പൂർണ്ണമായി തകർക്കുമെന്ന്. ആധുനിക ഫറോവമാരും ആധുനിക നമ്രൂദുമാരും ഒക്കെയാണ് ഇന്നത്തെ ഈ വിഭാഗം ആളുകളൊക്കെ. പക്ഷേ അള്ളാഹുവിന്റെ ഖളാണ് ഏറ്റവും മുകളിലെ ഖളാ. നമ്മുടെ തീരുമാനത്തിനേക്കാളും മുകളിൽ. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലത്തെ ഒരു വിഭാഗം തന്നെയായിരുന്നു മുൻകാലങ്ങളിൽ സ്വാലിഹ് നബിയോട് പറഞ്ഞു, സ്വാലിഹ്, നീ 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കഥ കഴിക്കുന്ന പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനം വരാനിരിക്കുകയാണ്. എന്താണ് ആ ശിക്ഷ? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ. ഓ സ്വാലിഹ്, താങ്കൾ മുർസലുകളിൽപ്പെട്ടവനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവരൂ. അവര് വെല്ലുവിളിക്കുകയാണ് സ്വാലിഹ് നബിനെ. 3 ദിവസത്തിന് മുമ്പ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ കഴിക്കുമെന്ന് അവർ മുന്നിട്ടിറങ്ങിയ 9 ധിക്കാരികൾ സ്വാലിഹ് നബിനെ, ഒട്ടകത്തിനെ കൊന്ന ആളുകൾ തന്നെ സ്വാലിഹ് നബിയോട് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ കഥ കഴിയുമെന്ന്. അങ്ങനെ 1-ാമത്തെ ദിവസം ഒട്ടകത്തിനെ കൊന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതാ ശിക്ഷ വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? 3 ദിവസങ്ങളിലായിട്ടാണ് ശിക്ഷ വരുന്നത്. 1-ാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ
നേരെ പുലർന്നപ്പോ ജനങ്ങളുടെ മുഖങ്ങളൊക്കെ മഞ്ഞ കളർ. ആ പ്രദേശത്തുള്ള സ്വാലിഹ് നബിനെ ധിക്കരിച്ച സമൂത് ഗോത്രക്കാരുടെ മുഖത്തിന്റെ കളർ എങ്ങനെ? മഞ്ഞ കളർ, യെല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. രണ്ടാമത്തെ ദിവസം നേരം വെളുത്തപ്പോ ചുവപ്പ് കളറായി, മുഖത്തിന്റെ നിറം ചുവപ്പ്. മൂന്നാമത്തെ ദിവസം കറുപ്പ് നിറമായി. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ രംഗം. ഒന്നാമത്തെ ദിവസം മഞ്ഞ കളറും, ഒരു മനുഷ്യന്മാരാ മാറുന്നത്. മൂന്നാമത്തെ ദിവസം ചുവപ്പ് കളറും, രണ്ടാമത്തെ ദിവസം ചുവപ്പും, മൂന്നാമത്തെ ദിവസം കറുപ്പുമായി. നാലാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു ഘോര ശബ്ദം വന്ന്, ഒരു ഇടി. പരിശുദ്ധ ഖുർആനിൽ പറയണ്ടല്ലോ, ഒരു അട്ടഹാസം വന്ന് ആ ഇടിയുടെ ആഘാതത്തിൽ അവരെല്ലാവരും മരണപ്പെട്ടുപോയി. മാത്രവുമല്ല ഭൂമിയിൽ നിന്ന് ശക്തമായ ഒരു പ്രകമ്പനവും അവരെ ബാധിച്ചു. എല്ലാവരും ചത്തൊടുങ്ങി. അതാ ഈത്തപ്പന മരങ്ങൾ കടപുഴയുന്നത് പോലെ എല്ലാവരും അവിടെ കിടക്കുകയാണ്, ചത്ത് കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. ഇന്നും ഇടി വെട്ടുമ്പോ നമുക്ക് ഉൾഭയമാണ്. ഇടി വെട്ടുമ്പോ മുത്തുനബി തങ്ങള് പേടിക്കാറുണ്ട്. കാരണം എന്താ? സ്വാലിഹ് നബിന്റെ ജനതയെ അള്ളാഹു താല ശിക്ഷിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇടി കൊണ്ടാണ്. ശബ്ദം ഒരു മനുഷ്യന്റെ പരിധി വിട്ട് എന്റെ വീഡിയോ إن الكبائر في الغفران فعلما